ദമ്പതിമാരും അവരുടെ കുടുംബങ്ങളും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ സന്തുഷ്ടമായ സമാധാനപൂർണമായ കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും നയിക്കാൻ സാധിക്കുകയും ആരോഗ്യമുള്ള, ഓട്ടിസമില്ലാത്ത, ബുദ്ധിവൈകല്യമില്ലാത്ത, അംഗവൈകല്യമില്ലാത്ത, മാനസികാരോഗ്യമുള്ള, ശാരീരികാരോഗ്യമുള്ള നല്ല സന്താനങ്ങളെ, മക്കളെയും പേരക്കുട്ടികളെയും ഉത്പാദിപ്പിക്കാൻ കഴിയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിൻ്റെ തന്നെ ലക്ഷ്യം. പ്രപഞ്ചം എന്ന് പറഞ്ഞാലും ബ്രഹ്മാണ്ഡ കടാഹം എന്ന് പറഞ്ഞാലും ഒക്കെ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. മനുഷ്യരെന്ന ഉൾക്കെട്ട് സൃഷ്ടിയെ, പടച്ച തമ്പുരാന്റെ ഖലീഫയായ മനുഷ്യനെ, പടച്ചവന്റെ റൂഹെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രത്യേക റൂഹ് വഹിക്കുന്ന മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ലോകമെന്നാണ് ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ ലക്ഷ്യം പ്രത്യുൽപാദനവും നല്ല തലമുറകളെ നിർമ്മിക്കലും ആ തലമുറകളെ അള്ളാഹുവിന്റെ ഖലീഫമാരാക്കി വളർത്തിയെടുക്കുക എന്നതുമാണ്. അത് നടക്കാത്തൊരു കാലം വരുമ്പോൾ ഇത് ഉത്തരത്തിൽ അർഹമുഖന്തരിസാണ്. ഗർഭാശയങ്ങൾ ശൂന്യമായി കഴിഞ്ഞാൽ, വിവാഹ ജീവിതം നടക്കാത്ത, സന്താനോത്പാദനം നടക്കാത്തൊരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ അന്ന് അന്ത്യനാളാണ്, ഖിയാമത്തിന്റെ അടയാളമാണെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഈ കാലഘട്ടം അങ്ങോട്ടുള്ള പോക്കാണോ എന്ന് നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിക പ്രബോധകർ പ്രത്യേകിച്ചും ആ വിഷയം പഠിച്ച് അവതരിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. കാരണം ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര ചിന്തകർ എന്ന പേരിൽ കുറെ ആളുകൾ രംഗത്ത് വന്നിട്ട് വിവാഹം ആവശ്യമില്ല, പ്രത്യുൽപാദനം ആവശ്യമില്ല, ജീവിതം എന്തിനാണെന്ന് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അമ്പിയാക്കൾ പഠിപ്പിച്ച ആശയങ്ങളെ മുഴുവൻ തള്ളിക്കൊണ്ട് ജീവിതം അടിച്ചു പൊളിക്കാനുള്ളത് മാത്രമാണ് എന്ന് പഠിപ്പിച്ചിട്ട് ആ അടിച്ചു പൊളിച്ചുള്ള ജീവിതത്തിന് തടസ്സമാണ് വിവാഹം എന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു, പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിവാഹം എന്നൊരു പുരുഷന്റെ അടിമത്വമാണ്. ഒരു പുരുഷന്റെ കഴുത്തിലായി അടിമയായി ജീവിക്കേണ്ടി വരും. പ്രസവിക്കുക എന്നതും അതുപോലെ സന്താനങ്ങളെ പരിപാലിക്കുക എന്നതും വളരെയേറെ സാഹസമുള്ള സംഗതിയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പഠിപ്പിച്ചുകൊണ്ട് അവർ പ്രചരണം നടത്തുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ വരെ എന്ന് പറഞ്ഞാൽ ദീനുള്ളവരുടെ ദീനീ കുടുംബങ്ങളിൽ വരെയുള്ള പെൺകുട്ടികൾ തെറ്റിദ്ധരിക്കുകയാണ്. എന്തിനാണ് വിവാഹം, ഇത്രയേറെ ക്ലേശങ്ങളും പ്രയാസങ്ങളുമുള്ള വിവാഹ ജീവിതം എന്തിനാണെന്ന് സംശയിക്കുകയും വിവാഹത്തിന് മടി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ വിവാഹം എന്തെങ്കിലും പറഞ്ഞ് നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്ന് നമുക്കറിയാം. ഇവിടെയാണ് ബാറക്കല്ലാഹു ലക്കുമാ, അള്ളാഹു ദമ്പതിമാരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ബറക്കത്ത് നൽകട്ടെ, അഭിവൃദ്ധി നൽകട്ടെ, സമാധാനം നൽകട്ടെ, സന്തുഷ്ടമായ ജീവിതം നൽകട്ടെ. വബാറക ലക്കുമാ വബാറക അലൈക്കുമാ, നിങ്ങൾക്ക് മറ്റൊരു തരം ബർക്കത്ത്, പ്രതികൂലമായ ബർക്കത്ത് നൽകട്ടെ എന്ന് പറഞ്ഞാൽ സന്താന പരിപാലനം, പ്രസവം, അതൊക്കെ ഏറെ പ്രയാസമുള്ളതും ചെലവുള്ളതുമായ സംഗതികളാണ്. അതും ബർക്കത്ത് തന്നെയാണ്. അത് ബർക്കത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് രണ്ടു തരം ബർക്കത്ത് ആ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അള്ളാഹു നിങ്ങൾക്ക് സന്തുഷ്ടമായ സമാധാനപൂർണമായ ഹൈറുള്ള നന്മകൾ നിറഞ്ഞ ജീവിതം നൽകട്ടെ എന്നുമാണ് ആ പ്രാർത്ഥന. ഈ ദമ്പതിമാർക്കും അള്ളാഹു ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്ന എല്ലാ പുരോഗതിയും സമാധാനവും സന്തോഷവും ഒക്കെ അനുഗ്രഹിച്ചു നൽകുമാറാകട്ടെ. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട സംഗതി മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, പ്രത്യേകിച്ച് രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കേണ്ട സംഗതി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മമാർക്ക് വലിയ മഹത്വം വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ എണ്ണി പറഞ്ഞിരിക്കുന്നു. ഹമലത്തുഹു ഉമ്മുഹു വഹരൻ അലാ വഹരിൻ. ഒരായത്തിൽ അങ്ങനെ കാണാം, ഉമ്മ മക്കളെ ഗർഭം ധരിക്കുന്നത് ഏറെ ക്ലേശങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ്. മറ്റൊരായത്തിൽ ഹമലത്തുഹു ഖുർഹൻ വവദഅതുഹു ഖുർഹൻ, ഗർഭം ധരിക്കുന്നതും സാഹസത്തോടു കൂടിയാണ്, പ്രയാസത്തോടു കൂടിയാണ്. വവദഅതുഹു ഖുർഹൻ, പ്രസവിക്കുന്നതും ഏറെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അരിഷ്കുറുളി പരിപാലിക്ക, എനിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം എന്ന് മക്കളോട് ഉപദേശിക്കുന്നുണ്ട്. അള്ളാഹു സ്ത്രീകളുടെ സാഹസത്തിനും പ്രയാസത്തിനും കഷ്ടപ്പാടുകൾക്കും സന്താന പരിപാലനത്തിനും പ്രസവത്തിന്റെ വേദനക്കും ഗർഭധാരണ കാലത്തെ ടെൻഷനും എല്ലാം വലിയ മഹത്വം കൽപ്പിച്ചിരിക്കുന്നു. പ്രവാചക ശിരോമണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരുപാട് മഹത്വങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുന്നു. അതൊക്കെ നമ്മുടെ ഉമ്മമാരെ, സഹോദരിമാരെ ഒക്കെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഈ ദമ്പതിമാർക്ക് സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാനുള്ള അവസരമൊരുക്കി കൊടുക്കുക എന്നതാണ് കുടുംബത്തിൻ്റെയും ബന്ധപ്പെട്ടതിൻ്റെയും ഒക്കെ ബാധ്യത. സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്ന് മാത്രമേ ആരോഗ്യമുള്ള മക്കൾ ജനിക്കുകയുള്ളൂ എന്ന് ശാസ്ത്രം വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. കിതാബുകളിലൊക്കെ കാണുന്ന സംഗതിയാണ്. അതിന് പരമാവധി വിട്ടുവീഴ്ച ചെയ്യുക, ആശിറുഹുന്നബിൽ മാറൂഫി, നല്ല നിലക്ക് പെരുമാറുക എന്നൊരൊറ്റ വാക്കാണ് ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിക്കാഹിന്റെ തുടക്കത്തിൽ ആയത്തോറും ആശിറുഹുന്നബിൽ മാറൂഫ്, നല്ല നിലക്ക് പെരുമാറുക സ്ത്രീകളോട്. കാരണം സ്ത്രീകൾ അങ്ങനെയാണ്,
ഹിജ്ജത്തുൽ പ്രസംഗത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറന്നു പോകാതെ പ്രത്യേകമായി ഉണർത്തിയ സംഗതിയാണ് സ്ത്രീകളോട് പുരുഷന്മാരെ നിങ്ങൾ മമരയോടെ സ്നേഹത്തോടെ ലാളിത്യത്തോടെ പെരുമാറണം. അവര് നിങ്ങളുടെ ബന്ധനത്തിൽ അവരർത്ഥത്തിൽ നിങ്ങളുടെ കീഴിൽ ജീവിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു അടിമത്വമാണെന്ന് അവർക്ക് തോന്നരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. യുക്തിവാദികളും നിരീശ്വരവാദികളും പറയുന്ന ഒരു ചിന്ത സ്ത്രീകളുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ വഹീ മുഖേന അറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കും. നിങ്ങളുടെ അടുത്ത് ബന്ധനത്തിൽ കഴിയുന്നവരാ സ്ത്രീകൾ. നിങ്ങൾ ഓർത്തിരിക്കണം, പുരുഷന്മാർ ഓർത്തിരിക്കണം, ചിന്തിച്ചിരിക്കണം. ഒരു ബന്ധനമാണെന്ന് അവർക്ക് ബോധിപ്പിക്കരുത്. അവരെ ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ആന്തരക്ക് അവരോട് പെരുമാറണമെന്ന് അവരോട് നീട്ടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയൊക്കെയുള്ള സംതൃപ്തമായ സമാധാനപൂർണ്ണമായ കുടുംബജീവിതം നയിക്കാൻ, നല്ല ആരോഗ്യമുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കുന്ന നല്ല മക്കളെയും പേരക്കുട്ടികളെയൊക്കെ ഈ ഭൂമിയിൽ വിന്യസിച്ച് അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ നമുക്ക് ഈ കുടുംബത്തിൽ കുട്ടികൾക്ക് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് വിരാമം കൊടുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. ألا وإن الله تعالى أمرنا بالنكاح ونهانا عن السفاح فقال مخبرا وآمرا وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وقال نبينا محمد صلى الله عليه وسلم من تزوج بامرأة فقد أحرز ثلثي دينه فليتق الله في الثلث الباقي. أقول قولي هذا وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. صلوا على أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أزوجك على ما أمر الله به من إمساك بمعروف أو تسريح بإحسان. زوجتك وأنكحتك بنتي شبنم سلطانة بمهر هذا الحلو من الذهب. بنت منك نكاحها وتزويجها بالمهر والمذكور ورضيت به. എൻ്റെ മകൾ ഷബനം സുൽത്താന എന്നവളെ ഈ സ്വർണ്ണമാല മെഹറിന് പകരമായി നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് ഹലാലായ ഭാര്യയാക്കി
ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നു. ഞാൻ സ്വീകരിച്ചു. നിങ്ങളുടെ മകൾ ശബനം സുൽത്താന എന്നവളെ ഈ സ്വർണ്ണമാല മഹറിന് ഭരണമായി നിങ്ങളെനിക്ക് നിക്കാഹ് ചെയ്തു ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നതിന് നിങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു. على سيدنا محمد وعلى آله وصحبه أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അള്ളാഹു ഈ നിക്കാഹിൽ വലിയ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. നല്ല ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സ്വാലിഹായ സന്താനത്തെ അള്ളാഹു നൽകുമാറാകട്ടെ. ഉപ്പാപ്പ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരെ പോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم افتح لنا أبواب الخير أبواب البركة أبواب السلامة العافية والقوة يا رب العالمين. اللهم اجعل عاقبة أمرنا هذا خيرا ورشدا وصلاحا ومحمودا. أيها الزوجان بارك الله لكما وبارك عليكما وجمع الله بينكما في خير ولطف وعافية. بارك الله لكما وبارك عليكما وجمع الله بينكما في خير ولطف وعافية. اللهم ألف بين هذين الزوجين كما ألفت بين نبينا محمد وبين أزواجه الطاهرات وأمهات المؤمنين. اللهم أثمر منهما ذرية طيبة تنفع الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.